നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്ത്രീകളെ ഇറക്കി വിവാഹം തടയാന്ന് കരുതി, അതും പാളിപ്പോയി. ഗോപിക കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ ശ്രീകല അങ്ങ് അലിഞ്ഞുപോയി. അതായി കുഴപ്പമായത്. അല്ല, നമുക്ക് സ്ത്രീകളെ ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ? എന്തിന്? അല്ല, ശ്രീകലയുടെ ഭർത്താവിനെ മരണപ്പെടുത്തിയതെങ്കിൽ അതിനുള്ള ശിക്ഷ ദൈവം അയാൾക്ക് കൊടുത്തോളൂ. ഇല്ല, അവനുള്ള ശിക്ഷ ദൈവമല്ല കൊടുക്കേണ്ടത്, അത് ഞാനാ കൊടുക്കേണ്ടത്. ആ ശിക്ഷ ഞാൻ കൊടുക്കും. അവന്റെ ശിക്ഷ ഞാൻ നടപ്പിലാക്കും. വെരി ജാനകി മാഡം. ആന്റി എന്ത് പണിയായി കാണിച്ചേ? ഗോപിയെല്ലാം വിളിച്ചു പറഞ്ഞു. ശ്രീകല അവിടെ വന്ന് പെട്രോൾ ഒഴിച്ച് ചാവാൻ നോക്കിയല്ലേ? ശ്രീകലയ്ക്ക് എന്താ മനോനില തെറ്റിയോ? സ്വന്തം മോളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണമെന്നല്ല, അത് നശിപ്പിക്കാൻ നോക്കുകയാണോ? ദയവ് ചെയ്ത് ആരും ഇപ്പൊ ഒന്നും ചോദിച്ച് ശ്രീകലെ വിഷമിപ്പിക്കരുത്, പാവത്തിനെ വേദനിപ്പിക്കരുത്. ശ്രീകലയുടെ മനസ്സെന്താണെന്ന് ഇപ്പൊ എനിക്കറിയാം. എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയതുപോലെ തന്നെ നിങ്ങൾ ശ്രീകലെ മനസ്സിലാക്കണം. ശ്രീകലെ, ഞാനിരിക്കും. ഇതാണ് മോഹനേട്ടൻ. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഈ ഒരു സമ്പാദ്യം മാത്രം. ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണോ ആക്സിഡന്റ് ഉണ്ടായത്? ഇതുപോലൊരു അപകടത്തിലാ എന്റെ മകന് ഓർമ്മക്കുറവ് സംഭവിച്ച്. ആ അപകടം സംഭവിക്കാതിരുന്നെങ്കിലെന്ന് ഞാൻ എന്നും ചിന്തിച്ചു വിഷമിക്കാറുണ്ട്. ആ അപകടത്തിന് മുൻപാണ് ശ്രീകല സിദ്ധുവിനെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ അവനെ മരുമകനാക്കാൻ ശ്രീകലയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ലായിരുന്നു. അത്രയ്ക്കും മിടുക്കനായിരുന്നു എന്റെ സിദ്ധു. ചായ അല്ല,
കല്യാണ പെണ്ണുങ്ങൾ രണ്ടും എവിടെ? അഞ്ചതകത്ത് മുഖം മിനുക്കുക. ആ ദേവിക സ്കൂളിൽ പോയിരിക്കാം. അവിടുന്ന് ഇറങ്ങിയ ശേഷം കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്കായി 1-2 സ്ഥലത്ത് കയറിയിട്ടേ അവള് വരൂ. ആ ആ അമ്മ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ മുഖത്ത് മാസ്ക് ഇടുമായിരുന്നു. ആഹാ, കൊള്ളാലോ. അല്ല, ദേവിക ഇങ്ങനെ വെയിലും കൊണ്ട് നടന്നാ നാളെ തിളക്കം കുറയുമല്ലോ. ദേവിക്കുള്ളതും കൂടി ചേർത്ത് 5 തിളങ്ങാനാ പ്ലാൻ. കല്യാണത്തിന് മുമ്പ് കുറച്ചു ദിവസം ലീവ് എടുക്കാൻ ഞാൻ ദേവികയോട് പറഞ്ഞതാ. പക്ഷെ അവൾ അത് കേട്ടില്ല. ദേവിക അങ്ങനെയാ. സ്വന്തം കാര്യത്തേക്കാൾ അവൾക്ക് വലുതെപ്പോഴും കുടുംബവും സ്കൂളും അവിടുത്തെ കുട്ടികളും ഒക്കെ. എന്റെ മോള് പണ്ട് മുതലേ അങ്ങനെയാ. അവളാ ഞങ്ങൾക്കെല്ലാം. ദേവിക പുറത്തുപോയി കഷ്ടപ്പെടുമ്പോ എന്റെ മോള് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും. അതൊക്കെ നല്ലത് തന്നെയാ. എന്തൊക്കെയായാലും ഇവിടുത്തെ കുട്ടികളെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടാ. ഞങ്ങളുടെ വീട്ടില് ഇവര് സന്തോഷവതികളായിരിക്കും. ഞങ്ങൾ ഇവരെ ഒരു വിഷമം അറിയിക്കാതെ നന്നായി നോക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അവിടെയും കല്യാണത്തിന്റെ തിരക്കുകളുണ്ട്. ശ്രീകല വിഷമിക്കരുത്. ഇനി ശ്രീകലയുടെ എന്തു പ്രയാസവും പങ്കുവയ്ക്കാൻ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് ഞാനുണ്ടാവും. ഹരിയേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് തന്നെ ഞാൻ ചിന്തിക്കുന്നത്. സ്ത്രീകളെ ഇറക്കി വിവാഹം തടയാന്ന് കരുതി, അതും പാളിപ്പോയി. ഗോപിക കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ ശ്രീകല അങ്ങ് അലിഞ്ഞുപോയി. അതായി കുഴപ്പമായത്. അല്ല, നമുക്ക് സ്ത്രീകളെ ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ? എന്തിന്? അല്ല, സ്ത്രീകളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് നമുക്കറിയാലോ. അതിപ്പോ പ്രത്യേകിച്ച് എന്തറിയാനിരിക്കുന്നു? ജാനകി എടുത്തി സ്ത്രീകളെയും കൂടി ഒരുമിച്ചല്ലേ ഇവിടുന്ന് പോയത്. ജാനകി എടുത്തി സ്ത്രീകളെ വീട്ടിൽ കൊണ്ടുപോയി വിടണമെങ്കിൽ സ്ത്രീകളുടെ എതിർപ്പൊക്കെ കുറഞ്ഞെന്നല്ലേ അർത്ഥം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.